ഹലോ, നമുക്ക് നീ ഇയറിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഹുക്സ് ആണ്. അതിനുശേഷം 0.4 mm ഒരു കോപ്പർ വയർ ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മളൊരു ബീഡ് എടുത്തിട്ട് കോപ്പർ വയറിൻ്റെ രണ്ട് എൻഡും അതിൻ്റെ ഉള്ളിൽ കൂടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എടുത്തിട്ട് നല്ലപോലെ വലിച്ച് സ്ട്രെച്ച് ചെയ്യുകയാണ്. നല്ലപോലെ ടൈറ്റ് ആക്കിയതിന് ശേഷം അടുത്തതായിട്ട് 2 ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. കോപ്പർ വയറിൻ്റെ രണ്ട് എൻഡും ഓപ്പോസിറ്റ് ഡിറക്ഷനിലൂടെ ഉള്ളിലോട്ട് എടുത്തിട്ട് നമ്മൾ വീണ്ടും അതിനെ വലിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ 3 ബീഡ്സ് ആണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. കോപ്പർ വയറിൻ്റെ രണ്ട് എൻഡും ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് നമ്മൾ വലിച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 4 ബീഡ്സ് ആണ് ചെയ്യുന്നത്. നമ്മളിത് 1 2 3 4 പാറ്റേൺ വരെ ചെയ്യുകയാണ്. ക്രിസ്റ്റൽ ബീഡ്സിനെ ഓപ്പോസിറ്റ് എൻഡിലൂടെ വലിച്ച് നല്ലപോലെ മുറുക്കി ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ 4 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻഡ് ഇങ്ങനെ വലിച്ചിട്ട് നല്ലപോലെ നിങ്ങൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈറ്റ് ചെയ്തില്ലെങ്കിൽ അത് ലൂസായി പോവും. അതുകൊണ്ട് നല്ലപോലെ മുറുക്കെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഇനി 4 ബീഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് വീണ്ടും ആ ഒരു റിവേഴ്സ് പാറ്റേണിലാണ് ചെയ്യുന്നത്. 3 ബീഡ്സ് 2 ബീഡ്സ് അങ്ങനെ 1 ബീഡ് വരെ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബാക്കി വരുന്ന രണ്ട് എൻഡിനെ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നല്ലപോലെ ട്വിസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലെയർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ഒരു ലൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. പ്ലെയർ യൂസ് ചെയ്യണമെന്നില്ല, ഹാൻഡ് വെച്ചിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാം. നല്ലപോലെ റോള് ചെയ്തിട്ട് ഒരു ലൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ റിമൈനിങ് പോർഷൻ നമ്മൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫിഷ് ഹുക്ക് എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലൂപ്പിനെ അതിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ സെക്യൂർ ചെയ്ത് അതിനെ ടൈറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇയറിങ്സിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഈ ഒരു ഇയറിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ.